ചേച്ചി ഏപ്രിൽ ഉണ്ട്, പക്ഷെ കിച്ചണിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, കളിമണ്ണ്. നിങ്ങളുടെ മുമ്പിൽ എന്താ വെച്ചെന്നെ? അയ്യോ, ഇത്രയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇന്ന് വരെ അറിഞ്ഞില്ല. എന്തായാലും കളിമണ്ണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് 2 ഹാൻസം കുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ, പയ്യന്മാര്. പയ്യന്മാരോ? ഇവരോ? ചേച്ചിക്ക് തോന്നി പറഞ്ഞോട്ട്. അല്ലടാ, നമ്മളുടെ അഖിൽ കുട്ടി, അർജുൻ കുട്ട, ഈ 2 ഇന്ന് വരെ ലൈഫില് അഖിലിന് ഒരു നല്ല പെണ്ണോ അല്ലാതെ ഒരു റിലേഷൻഷിപ്പോ അതൊന്നും നടന്നിട്ടില്ല, കിട്ടിയിട്ടുമില്ല. പക്ഷെ അർജുൻ ആണെങ്കിലോ കെട്ടിണ്ടെങ്കിലും പക്ഷെ സോറി, കണ്ണിപ്പോഴും കോഴിക്കൂട്ടിലാണ്. അപ്പൊ നിങ്ങൾ 2 പേർക്കും ഞാൻ ഒരു അവസരം തരികയാണ്. ഭയങ്കര ഈസി, ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാൻ പോണ ഒരു ചാൻസ്. ഈ കളിമണ്ണ് ഇവർക്ക് കൊടുക്കുവാണോ? അല്ല, ഇവരെ മനസ്സില് ആഴത്തില് ഒരു ബ്യൂട്ടിഫുൾ പെൺകുട്ടി മനസ്സിൽ എന്തായാലും അല്ല, ഏതെങ്കിലും ആ ഒന്ന് ഒരേ ഒരു സ്ത്രീ ഉള്ളത് എന്റെ ഭാര്യയാണ് ഇപ്പോ. അല്ല അർജുൻ ക്യാമറ ഓഫ് ആണ് മോനെ. ശരിയാണ്, ചേട്ടന്റെ മനസ്സിൽ ഒരു പെണ്ണേ പക്ഷെ നിങ്ങളുടെ കണ്ണ് പല പെണ്ണുങ്ങളിലുള്ള. മനസ്സിലൊരു പെണ്ണേ ഉള്ളൂ, മൊബൈലില്ല. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മളോടൊന്നും പറയണ്ട ഏത് പെണ്ണാണ്, പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പെണ്ണ് എന്തായാലും എവിടെയുണ്ട്, സ്വപ്ന സുന്ദരി. അപ്പൊ നിങ്ങൾക്ക് അത് ഡിസ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഈ ടീംമേറ്റ്സ് ഉണ്ടല്ലോ, 2 സുന്ദരികൾ, രണ്ട് സുന്ദരി, ആ കളിമണ്ണില് ഡിസ്ക്രൈബ് ചെയ്യുമ്പോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിങ്ങനെ ബ്യൂട്ടിഫുൾ ആയി ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ഇവര് കണ്ണ് തുറന്നു വെക്കുമ്പോ സ്വപ്ന സുന്ദരി ഇതാ അയ്യോ സുന്ദരി നീ തന്നെ. ഞാനൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് ചേച്ചി നമ്മളെ ട്രെയിൻ ചെയ്യിക്കുന്നത് മേക്കപ്പ് ചെയ്യാൻ, ഇതൊക്കെ ഉണ്ടാക്കാൻ. അതായത് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്, എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ ജീവിക്കണം. വേറെ നിന്റെ മൊബൈലിലുള്ള വനിതാ ജാഥയെന്ന് നല്ല നോക്കി ഇല്ലടാ, എനിക്ക് എന്റെ മൊബൈൽ. ഓക്കെ, കണ്ണ് ഒന്നൊന്ന് നിർത്താവോ? നമ്മളൊന്ന് ഗെയിമിലേക്ക് കിടക്കട്ടെ. രണ്ടുപേരുടെ കണ്ണ് ആദ്യം കെട്ടിക്കൊടുക്കാം. ആലിസേ, നിങ്ങൾ ഏറ്റവും വേണ്ട, ഞാൻ നിങ്ങൾ ആദ്യം കാന്താരിമാരാവും. ഗാന്ധാരിമാരായിട്ട് നിങ്ങൾ കാന്താരി ഉണ്ടാക്കൂ. ഒരു കൂൾ ലുക്കിൽ നിന്നോ. ഞങ്ങളുടെ പയ്യൻ എപ്പോഴും കൂൾ ലുക്കിലായിരിക്കണം. അപ്പോ ബോയ്സ്, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളില് തട്ടുന്ന ആ പെൺകുട്ടി, ആ ബ്യൂട്ടിഫുൾ പെൺകുട്ടി പുറത്തു വരട്ടെ. ആദ്യം അർജുൻ. എന്റെ ദേവത, എന്റെ പെണ്ണ്. ഞാൻ മനസ്സിലും എന്റെ ഉറക്കത്തിൽ എന്റെ ഉറക്കം കെടുത്തിയിരുന്ന എന്റെ പെണ്ണ്. ഉറക്കാറില്ലല്ലോ. ഏകദേശം ഒരു 5 അടി 5 ഇഞ്ച് പൊക്കം. നിങ്ങൾക്ക് അത്ര ഇല്ലല്ലോ. എനിക്ക് 5 എഴുണ്ടറാ. ഞാൻ 5 ഉണ്ട്, പറയടാ ബാക്കി പറ. ഓക്കെ, ഓക്കെ, ഒരു ഇവിടം വരെ മുടി. ഇവിടം വരെ. ഓക്കെ, അവിടം വരെ മുടി. ആദ്യം അവർക്ക് ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ആ സൈസ് ഒന്ന് പറഞ്ഞു. മുഖത്തിന്റെ ഒരു ഷേപ്പ് എങ്കിലും പറയാം. അവസാനം മുടി വെക്കാൻ പറ്റൂ. ഇപ്പൊ ശരിക്കും ഞാൻ എന്താ പറയണേ, മുഖം പറയണോ ബാക്കി? ആകാര വടിവ് അതല്ലേ പറഞ്ഞു തന്നെ. ഇത്ര മുടി, നല്ല ഷേപ്പ്. ഓക്കെ, ശരി. കഴുത്ത് എത്ര നീളം ഉണ്ടോ? നീളം കുറഞ്ഞിട്ടാണോ? കഴുത്ത് എന്നെക്കാളും കുറച്ചും കൂടി ഗ്യാപ്പ് വേണം കഴുത്തിന്. ഗ്യാപ്പ് വേണം. ഇപ്പൊ എവിടെയെങ്കിലും പോണെങ്കിൽ എത്തി നോക്കണ്ടേ? കഴുത്താണോ? ഇത് അമീബിയല്ലേ? ഒരു മിനിറ്റ്, കഴുത്ത് എങ്ങനെയാണ്? കുറച്ച് കഴുത്ത്, കുഞ്ഞു കഴുത്ത്. ഒട്ടക പക്ഷിയുടെ ഉണ്ടാക്കാൻ പോണത്. അത്രയും കഴുത്തല്ലടാ, അത്രയും കഴുത്ത്. ശരി അർജുൻ, അത് ഉണ്ടാക്കി വരട്ടെ. ഇനി അഖിലിന്റെ അഖിൽ, നിങ്ങൾ ആദ്യം എന്താണ് ഉണ്ടാക്കാൻ പോണത്? നിങ്ങളുടെ പെണ്ണ് ഒരു മസാല ദോശ, നല്ല ആകാര വടിവുള്ള. എന്ത് വടിവ്? ആകാര വടിവ്, അങ്ങനെയല്ലേ വടിവ്? അതെ, ഏത് വടിവ്? അഹങ്കാര വടിവാണ് ഞാൻ ഉണ്ടാക്കാം. ആകാര വടിവ്. എന്റെ ഒരു ഇത്ര ഹൈറ്റ്, ഒരു 5 അടി ഹൈറ്റ്, 5 അടി 5 ഇഞ്ച് ഹൈറ്റ് ഉള്ള നല്ല ഇങ്ങനെ ഇങ്ങനെ ഇല്ലേ, ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു അതിങ്ങനെ അല്ല, അങ്ങനെ സ്ട്രേറ്റ് ഇങ്ങനെ ഉണ്ട്. അത് മകുടിയല്ലേ ചെയ്ത്? അല്ല, അങ്ങനെ നീ പറഞ്ഞേ. അല്ല, നമ്മൾ ഇങ്ങനെ പറയൂലേ ഷേപ്പ് ഉള്ളൊരു ഉപ്പ് ഉണ്ടാക്ക്, ബാക്കി ഷേപ്പ് സെറ്റ് ചെയ്യാം. നീ അത് ഉണ്ടാക്കാതെ ബാക്കി ഒരു എന്റെ അത്രയൊക്കെയുള്ളൊരു മുഖം. അത്ര മോശം വേണ്ടത് നിന്നെ തന്നെയാണോ വേണ്ടത്? എന്റെ അത്ര പൊക്കം, എന്റെ അത്ര മുഖം, എന്റെ അത്ര എല്ലാം. ഇടയെ ഒരു വട്ടമുഖം ഉണ്ടാക്ക്. വട്ടമുഖം, അങ്ങനെ പറ. വട്ടമുഖം വട്ടുണ്ടാക്കാൻ സമയം എടുക്കും. ഒറ്റ ആ
ആ ഇനി അത് വട്ടുണ്ടാക്കട്ടെ. അർജുൻ തുടങ്ങിക്കോളൂ. അർജു കഴുത്ത് റെഡിയാണ്. കഴുത്ത് റെഡിയാണ്. ഞാൻ നിർത്തിയെടുന്ന് തുടങ്ങട്ടെ. ഷോൾഡർ ബ്രോഡാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പൊ പറഞ്ഞു എന്റെ വരികയാണെങ്കിൽ പോലെ ഇച്ചിരി ബ്രോഡ് ദീപിക പതുക്കോൺ. അത്രയും വേണ്ട. അത്ര വേണ്ടേ? അത്രയും വേണം. കുറയ്ക്ക്, അടിച്ചു കുറയ്ക്ക്. അയ്യോ നിന്റെ ദീപിക പത്കൊണ്ട് നല്ലതാട്ടോ. ഓക്കെ കുറച്ചു പറഞ്ഞോ. പതുക്കൊണ്ട് അത്രയും വേണ്ട. ആ ദീപകൊണ്ട് ഇച്ചിരി പുറകില്. ഇച്ചിരി ഇച്ചിരി പുറകിലോ? പുറകില്. അത്രയും മതി. പാവം. ഓക്കെ. പിന്നെ എന്താണ് അറിയേണ്ടത്? മുഖം shape എങ്ങനെയാ? റൗണ്ട് ആണോ? മുഖം ഒരു ഓവൽ ഷേപ്പ് ആയിരിക്കണം. ഓവൽ ഷേപ്പ്. ചീക്ക് ബോൺസ് നല്ല തെളിഞ്ഞു കാണണം. ഇത് ഈ സാധനം വേണ്ട. വേണ്ടേ? വേണം. അത് അത് കഴിഞ്ഞിട്ട് ഫില്ലർ ഇട്ട് കൊടുത്താൽ മതി. ചിൻ ചിൻ ജോ ലൈൻ. അത് നിർബന്ധം. അപ്പൊ അത് ഉണ്ടാക്കട്ടെ. അഖിൽ ഇനി എന്താണ് എന്ത് വേണം? വട്ടമുഖ പരത്തിക്കൊണ്ടിരിക്കണം. അതെ. പട്ടമുഖം ആയാ? ഇല്ല. പട്ടമുഖം ആയെങ്കിൽ കണ്ണെങ്ങനത്തെ? കണ്ണ് ഉണ്ടക്കണ്ണ്. ഉണ്ടക്കണ്ണ്. അതെ കൃഷ്ണമണി എങ്ങനത്തെ? കൃഷ്ണമണി ഉണ്ടായില്ലേ? പിന്നെ നീ മറ്റേ ചതുരമുള്ള കൃഷ്ണമണി കണ്ടിട്ടുണ്ടാ? കളറ് പറ. കൃഷ്ണമണിയുടെ ബ്ലാക്ക്. ബ്ലാക്ക് ആണ്. എടാ ബ്ലാക്ക് വേണ്ട, എല്ലാവർക്കും Blue ആണെങ്കിൽ വിജയുടെ ഞാൻ ബ്ലാക്കിന്റെ ആളാണ്ട്. എന്നാ പോ. ബ്ലാക്ക് കൃഷ്ണമണി. ബ്ലൂ ആണെങ്കിലേ വിജയുടെ അടുത്ത് ലെൻസ് വാങ്ങിക്കണം. അതാ പറഞ്ഞ ഇത് മതി. ബ്ലാക്ക് കണ്ണ് മതി. അർജു കണ്ണ് വട്ടക്കണ്ണാണോ അതോ ഞാനൊന്ന് കണ്ണിലേക്ക് കിടന്നോട്ടെ. കടന്നോളൂ കണ്ണി കടന്നോളൂ. കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കോടാ. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ പിന്നെ ഒരു നീ സമ്മതിക്കും. എവിടെ ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ എവിടെയായാലും. പറ. ഓക്കെ. കണ്ണിന് ഞാൻ 2 ഓപ്ഷൻ തരാം. ഓക്കെ. ഒന്നില്ലെങ്കിൽ മീനിന്റെ കണ്ണ്, അല്ലെങ്കിൽ മാനിന്റെ കണ്ണ്. ഓ മാൻ വേണ്ട, നമുക്ക് മീൻ പിടിക്കാം. അവര് മാൻ കൊണ്ടുപോയി. ആ ഇവന് മനുഷ്യന്റേതായിട്ട് ഒന്നും വേണ്ട പെണ്ണ്. എല്ലാം മനുഷ്യര് വന്നത് മൃഗങ്ങളിൽ നിന്നാണ്. ഒരങ്ങനെ നിന്നാണ്ട. അത് കൊരങ്ങ മൃഗമല്ലേ? ഇല്ലല്ല, അതൊരു പെറ്റാണ്. പീലി കൺപീലി ഒത്തിരി വേണോ? ഇച്ചിരി കൺപീലി ഇങ്ങനെ ഇരിക്കണേ. വിടർന്നിരിക്കണം. എല്ലാം വിടർന്നല്ല ഇരിക്കണ്ടത്, ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു വളവുണ്ടാവണം. തിരമാല പോലെ. ഐബ്രോസ് എങ്ങനെയാണ്? തിക്കാണോ തിന്നാണോ? നല്ല ഷേപ്പ് വേണോ? ഇങ്ങനെ ഭയങ്കര തിക്കാവരുത്, എന്നാ കുറച്ചും ആവരുത്, ആവശ്യത്തിന് ഉണ്ടാവണം. ചേട്ടന്റെ ഭാര്യ ഇങ്ങനെ അല്ലല്ലോ. അരക്കണ ഞാൻ എവിടെ വരയ്ക്കും? അല്ല ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചാൽ മതി. മാനത്ത് എന്റെ പോലത്തെ ഇങ്ങനെ കാണിച്ചേ. ദേ. തിക്ക് ഐബ്രോ. അതുപോലെ ഇവിടെ ഇച്ചിരി ത്രെഡ് ചെയ്തേ. അതവിടെ ഞാൻ ത്രെഡ് ചെയ്യാം. എടാ ചെവി ഒരു സെക്കൻഡ്. വെരി ഇമ്പോർട്ടന്റ്. ഹലോ, അവന്റെ കിട്ടിയിട്ടുണ്ട്. നിന്റെ ഭാര്യ വിളിക്കണം, അവളുടേതായിട്ട് എന്തെങ്കിലും പറയാ. ഞാൻ നിന്നെ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാ കണ്ണുകൾ, നിന്റെ മുടി, പൊക്കം മാത്രം ഇച്ചിരി കൂട്ടി പറഞ്ഞേ, ബാക്കിയൊക്കെ സെറ്റ്. അവളിപ്പോ ആ മുടി രഹസ്യം ഇപ്പൊ തിരിച്ചു പറഞ്ഞത്. അത്രയും വലിയ തല വേണം. അഖിൽ തുടങ്ങിക്കോ മോനെ. ചേട്ടാ ഒരു കാര്യം പറയട്ടെ, ശരീരം ഞാനാ ഉണ്ടാക്കുന്നത്, തലതേ അവളാ ഉണ്ടാക്കുന്ന കേട്ടോ. ഇത് PSLV മിഷൻ വല്ലതാണ് ഇവിടെ നടക്കണേ ചേച്ചി. എന്നറിയാമോ, മറ്റേ റോക്കറ്റിന്റെ തലഭാഗം തുമ്പയിലുണ്ടാക്കും, ബാക്കി വലിയവലുണ്ടാക്കും, കുറെയൊക്കെ കോഴിക്കോട് ഉണ്ടാക്കി, ലാസ്റ്റ് എല്ലാം കൂടെ ഏതെങ്കിലും ഒരു തോട്ട് അസംബിൾ ചെയ്ത് കത്തിച്ച് വിടും. അങ്ങനെ കിട്ടിയാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോലം മതിയല്ലോ. നീ ഇപ്പൊ എവിടെ എത്തിയെന്ന് പറ. എന്താ ഞാൻ കണ്ണു വരയ്ക്കാൻ പോകുന്നു. മൂക്ക് എങ്ങനെയാന്ന് പറയട്ടെ. മൂക്ക് അത്യാവശ്യം ഇങ്ങനെ ലൈനുള്ള മൂക്ക് ഇങ്ങനെ. ഹായ്, അങ്ങനത്തെ മൂക്ക് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇങ്ങനത്തെ മൂക്കില്ല, നമ്മളിങ്ങനെ മൂക്ക് തന്നെയാണ്. അങ്ങനെ ചാമ്പയ്ക്ക പോലത്തെ മൂക്ക്. എത്ര ഓട്ടോ വേണം ചേട്ടാ മൂക്കിന്? എല്ലാവർക്കും ഉള്ള പോലെ 2 ഓട്ടോ വെച്ചോ. നിനക്ക് ഇനി ഓഫറോ ബോണസോ ഉണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ ഇട്ടോ. ചേട്ടാ കയ്യിന് നീളം എത്ര വേണം? കൈയുടെ നീളം എന്റെ കവിളിൽ എത്തരുത്. അഖിലിന്റെ കഴിഞ്ഞു. ഇനി അർജുൻ. ഞാൻ എന്തായാലും അർജുന്റെ മനസ്സിലെ തല ഞാൻ പൂർത്തീകരിച്ചു. അവൾക്ക് മുടി വേണം നിർബന്ധമുണ്ടോടാ? മുടി വേണമെന്ന് പറഞ്ഞു. മുടി നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല. ഒരു എക്സ്റ്റൻഷനെങ്കിലും കൊടുക്കണം. അല്ല മുടി ഇതിൽ ചെയ്യാൻ പറ്റില്ല. കേ അല്ലേ? കുഴപ്പമില്ല. മുടി ഇല്ലാത്ത നമുക്ക് മുടി പിന്നെ വെച്ചോളാം. മുടി ഇല്ലാത്തതാ. അയ്യോ, ഞാൻ സങ്കല്പിച്ചോട്ടെ. അവള് ബോബ് ചെയ്ത് സമ്മർ ടൈം അല്ലേ? ഞങ്ങളൊന്ന് പഴനിക്ക് പോയി. ഓക്കെ. എടാ നീ ഇതിൽ എങ്ങനെ ഇത് ഫിക്സ് ചെയ്യാനോ? ഞാൻ ചെയ്തുതരാം. അഖിൽ ചുണ്ട് എങ്ങനെയുണ്ട്? എങ്ങനെയാ? ചുണ്ട് കൊച്ചു ചത്തമ്മച്ചുണ്ട്. ചുണ്ട് ഇപ്പൊ ശരിയാക്കി തരാം. കൊച്ചുണ്ടാ? ഇങ്ങനെ ആവരുത്. പില്ലറ് വേണ്ട. ചെവി ചോദിച്ചാ നിങ്ങൾ ആരെങ്കിലും? ചെവിയിലൊക്കെ എന്തിരിക്കും? ചെവി ഇപ്പം ചെവിയിൽ കമ്മലിരിപ്പില്ലേ? അത് വെക്കാം. അതുപോലെ ഒരു ചെവി. ഇപ്പൊ എന്തായി? വല്ലതും നടക്കുവോ? അതെ, ഇവിടെ നടത്തിക്കൊണ്ടിരിക്ക. ഇവിടെ ആള് മാറി വേറെ രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുക ഇവിടെ. ചേട്ടാ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഇതിനെ പിടിച്ച് കല്യാണം കഴിക്കും. അത്ര ഭംഗിയാ. എടി ശരീരം കുറച്ചുകൂടെ താടി. തരാനാ? എന്താ അപ്പുറത്തെ കടന്ന് മേടിക്കുക? കുറച്ചുകൂടെ ഒന്ന് വളക്കാക്കോ. കുറച്ച് വളക്കാക്കോ. തൈറോയിഡ് ഉണ്ടോ നമ്മുടെ കൊച്ചിന്? ഒരു ഡ്രസ് എങ്കിലും കൊടുക്കടി. സാരി തുറക്കട്ടെ. എടാ, തുറക്കരുത് അർജുൻ. മാമനാ? വേറൊരു പ്രത്യേക കേസ് എല്ലാരും കേൾക്കുന്നുണ്ടാ? ഉണ്ടാക്കി വരുമ്പോ പെണ്ണ് ഗർഭിണി ആയിരിക്കരുത്, വയറൊക്കെ ശ്രദ്ധിക്കണം. എടാ പിന്നെ നമ്മുടെ കൊച്ചേ പൊളിച്ചോടിപ്പോയാ ചെറിയ ഇല്ലില്ല. എന്താണ് വല്ല അപാകത? ചെറിയ ഒരു ഏനക്കേടുകളുണ്ട്. പ്രശ്നമില്ല.
അതായത് പറഞ്ഞു വരുന്നത് ലൈഫില് സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മളൊരു പോസിറ്റീവ് ആയിട്ടാണല്ലോ എടുക്കേണ്ടത്. എടുക്കാം. ഞങ്ങളുടെ കൊച്ചിന് ഇച്ചിരി തൈറോയിഡിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് കഴുത്ത് ഇച്ചിരി ഒരു വീങ്ങി ഇരിപ്പുണ്ട്. പക്ഷെ നീ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. ഞങ്ങൾക്ക് PCOD ഉണ്ട്. ഞാൻ തയ്യാറാവണം. നമ്മുടെ കൊച്ചിന് തൈറോയിഡൊക്കെ ട്രീറ്റ് ചെയ്ത് മാറ്റാം. നമ്മുടെ കൊച്ചു പെർഫെക്റ്റാ ചേട്ടാ. ഇത് എവിടെ എത്തിയടാ നിങ്ങൾ ഉണ്ടാക്കി? തല വെട്ടി പൊളിച്ചോണ്ടിരിക്കുക. മുടി നല്ല വേണേ ഇവിടെ വരെ. സ്കേർട്ട് ഇടിപ്പിക്കണോടാ? ഒരു മിനിറ്റ്, അവളുടെ ഈ കൈ തുണി വെച്ചിട്ട് വേണം. ഉടുപ്പിക്കായിരുന്നു. തുണി മുക്കിയപ്പിക്കില്ലേ? ഞാൻ മട്ടും പാക്ക വേണ്ടി ഉടുമ്പ് എതുക്ക് മത്തവങ്ങളെ പാക്ക വേണ്ടി നിനക്ക് പറയുമ്പോ ഞങ്ങള് സാരി ഒരു ലോകം മുഴുവൻ ഇത്രയും പ്രേക്ഷകരെയും ക്യാമറയും കാണിച്ചിട്ട് അവളത് പറയണത്. എടി നിങ്ങളുടെ മാമനെ കൊണ്ട് ഞങ്ങളുടെ ഈ പെണ്ണിനെ കല്യാണം കഴിപ്പിക്കോ? ചേട്ടാ കയ്യില് താലി ഇരിപ്പുണ്ടാ? ഇന്ന് കല്യാണേ. ആണോ? നിങ്ങൾ കല്യാണം. കണ്ടോ? വീട്ടിലൊന്ന് വിളിച്ച് പറയട്ടാ. വേണ്ട ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യാം. അവിടെ പോയി റിസപ്ഷൻ ഞാൻ കല്യാണം കഴിക്കില്ല കേട്ടോ. അതെ ശ്രീവിദ്യ, ഞാൻ കല്യാണം കഴിക്കില്ല. അല്ലെങ്കിലും അത് കല്യാണം കഴിക്കേണ്ടി വരൂല. കാരണം എനിക്കൊരു ഭാര്യയുണ്ട്. ഞാൻ എപ്പോഴും പറയും എന്റെ ഭാര്യ, അവൾ കഴിഞ്ഞിട്ടുള്ളൂ എല്ലാം. ആ ഒരു ചിന്ത നിനക്ക് എപ്പോഴും വേണോടാ. ആ ഒരു ചിന്ത. മിസ്റ്റർ അർജുൻ, യെസ് പറയൂ. നല്ല കണ്ണുള്ള, അതെ, നല്ല നീണ്ട മൂക്ക്, നല്ല കൈ, വടുവുള്ള ശരീരം, വടുവുള്ള ചെവി, വടിവുള്ളല്ല വടിപൊത്ത. വടിവൊത്ത ചെവി, വടിവൊത്ത ശരീരം, ശരീരം, നല്ല ഓമനിക്കാൻ താലോലിക്കാനും തോന്നുന്ന രീതിയിലുള്ള കൈകൾ. മാത്രമല്ല ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശില്പിയാണോ നീ കാണാൻ പോകുന്നത് മിസ്റ്റർ അർജുൻ? എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്റെ ഭാര്യയാണ് കാണാൻ പോകുന്നത്. അർജുൻ calm down, അർജുൻ calm down. നീ ഒരു തെരിക്കും. Yeah, I am coming down. ഞാൻ ഇന്ന് ചുരുങ്ങിയതാടാ. ഓക്കെ, നിങ്ങൾക്ക് കൊതിയാവണില്ലേ നിങ്ങളുടെ സ്വപ്ന സുന്ദരിനെ കാണാൻ? പെട്ടെന്ന് എന്റെ കണ്ണ് ഇത് അഴിച്ചു താ ചേച്ചി, ഞാൻ കാണണ്ടേ? ഓക്കെ, കെട്ടേണ്ടി വരൂല. ഇനി 2 പേരും ഒരുമിച്ച് തന്നെ ഊരണം. അപ്പൊ 1 2 3 തുറക്കട്ടെ. ഫ്രണ്ടിലേക്ക് വാ. ഇവിടെ അല്ലേ സാധനം? ഇവിടെ പറയണ്ട. ഇവിടെയാണോ സാധനം? കറക്റ്റ്. ഞങ്ങളെല്ലാം കാണിച്ചു തരാം. വാ. ബാക്ക് കൂടെ കാണിക്കാം. എന്തത്? ഞങ്ങൾ പൂർണ്ണതയിൽ എത്തിച്ചു. ഇത്രയും മാത്രം കേരമുള്ള നമ്മുടെ നാട്ടിൽ ഈ 2 തേങ്ങ തന്നെ ഇവിടെ വെച്ചേക്കണം. ഒരെണ്ണം കൂടി ഉണ്ട്. അതല്ല, എന്തെന്ന് പറഞ്ഞാൽ നാണവും മാനമുള്ള ഒന്നിനെങ്കിലും കിട്ടും. അതെ, എന്റെ നോക്കടാ, തുണി കൊടുക്കൂല. ചേട്ടാ പറയുന്ന പോലെ കയ്യിന് നീളം ഇല്ല. അതാ കുഞ്ഞു കൈ. ചേച്ചിയുടെ കൈ കണ്ടോ? ചുണ്ട് തത്തമ്മ ചുണ്ട്. കണ്ട പെമ്പിള്ളേരെ വായി നോക്കി ഇല്ല, പക്ഷെ എന്താണെന്നറിയോ അഖിലെ, നമ്മളെ ഒരു കാര്യത്തിൽ നമുക്ക് തുല്യ ദുഃഖിതരാണ്. എന്താണ്? നമ്മുടെ 2 പേരുടെയും പെണ്ണുങ്ങൾക്ക് കാലുകളില്ലടാ. അത് കോൺക്രീറ്റിൽ ആഴ്ന്നു പോയിരിക്കുന്നു. അർജു, നിന്നെ നോക്കിയത് മുട്ടുകുത്തി ഇങ്ങനെ നിക്കാണ്. ഈ മാമനാ മാമനായിട്ട് തോന്നിയത്. നേരമായി ഒന്നും അറിഞ്ഞ് രണ്ടാമത്തെ മാമൻ പോലും. അല്ലല്ല, കാരണം ഇപ്പൊ ഇത് ഏക്കായിട്ട് സാറല്ലോ അല്ലേ? ചേട്ടാ ഞാൻ പറഞ്ഞോട്ടെ, അപ്പുറത്തെ വീട്ടിലെ പെണ്ണിനെ നോക്കാം, അപ്പൊ ഇപ്പുറത്തെ വീട്ടിലെ പെണ്ണിന് സൂപ്പർ ആയിരിക്കും. പക്ഷേ അങ്ങനെ അത് നല്ലതാ. എനിക്ക് എന്റെ കുട്ടിക്കാലത്തോട്ട് എന്നെ പെട്ടെന്ന് കൊണ്ടുപോയി ചേച്ചി. ഉത്സവപ്പറമ്പിന്ന് മാങ്ങാ ബലൂൺ മേടിക്കൂലേ, ഇങ്ങനെ നീളത്തിൽ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഷോൾ ഇടിപ്പിച്ചു കൊടുക്കണോ നിന്റെ പെൺകുട്ടിക്ക്? തല മറിച്ചു കൊടുക്കാം. അല്ലല്ലോ മാറ്. അങ്ങനെ കണ്ടായിരുന്നോ? ഞങ്ങളുടെ കുട്ടീനെ കണ്ടോ? കണ്ടു. എടി എന്തടി വെയിൽ കൊള്ളാൻ വയ്യേ ടവല് കുത്തിയേക്കുന്നു? റെഡിയായിട്ട് നിൽക്കോ തട്ടമിട്ട്. ഈ പ്രായത്തിലാ? ഇതാണ് അഖിൽ നേരെ ഷോറൂമിൽ പോയി തുണിയെല്ലാം വാങ്ങി ഇതാ ഇട്ട് കൊടുക്കാണ്. ഒരിക്കലും ഞാനോ ഞങ്ങളെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കാറില്ല. അതുകൊണ്ട് കുടുംബത്തിൽ കയറണമെങ്കിൽ ഇച്ചിരി ഡ്രസ്സൊക്കെ ഇട്ട് മര്യാദയ്ക്ക് വന്നാൽ മാത്രം കയറിയാൽ മതി. മൊത്തം ഡ്രസ്സാണ്. ബോഡിക്കോൺ ഡ്രസ് ആയിരുന്നു. ഇത് എന്തോന്നത്? ഓക്കെ, അർജുൻ ആൻഡ് അഖിൽ സെന്ററിൽ വരൂ. ഒരു കല്യാണം അല്ലേ കള്ള? അപ്പൊ ബോയ്സ് ഒരു കാര്യം ചെയ്തോട്ടെ ചേച്ചി, ഞാൻ റിജക്ട് ചെയ്തെങ്കിലും 2 കമ്മലും ഇച്ചിരി ഡ്രസ്സും മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നത് പാവം ഇല്ല, വിഷമാവും അതിന്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ 2 പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പോണില്ലേ? ഈശ്വരാ, ഇവരെന്ത് ചെയ്യും? ഇവരെന്ത് ചെയ്യും? അതിനെന്തെങ്കിലും ചെയ്തോട്ടെ. ഉറപ്പാണോ നിങ്ങളുടെ തീരുമാനം? നിങ്ങൾ ഈ 2 പെൺകുട്ടികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോണില്ല? വേണ്ട. ഇതാണോ പെൺകുട്ടി? നിങ്ങളൊരു കാര്യം, ഇവർ 2 പേരുടെ കൂടി ഒരു ടീം ഉണ്ടാക്കി ഇവിടെ സ്കിറ്റ് കളിപ്പിച്ചോ.
എന്നാലും ഞങ്ങൾക്ക് വേണ്ട. വേണ്ടാന്നോ? വെരി സാഡ്. ഉറപ്പല്ലേ? ഉറപ്പാ. ഇനി ഞാൻ ഒരു മാജിക് കളിക്കാൻ പോവാണ്. നോക്കിക്കോളൂ. ആബ്രാക്കഡാബ്ര, ആബ്രാക്കഡാബ്ര. യോ. ಇದು ನವ ಸುಮಶರ ವಲಯದಲಹರಿ ರತಿ ಸುಖ ನದಿಯಿಲೊರನುಪಮ ಶಲಭ ആലസം ഒരുങ്ങി വരൂ ഉന്മാദം എന്നുള്ളിൽ തരൂ മധുവിധു നുകരുക നീ ഇതു നവ സുമശര വലയദലഹരി നദിയിലൊരനുപമ ശലഭ ആലസം ഒരുങ്ങി വരൂ ഉന്മാദം എന്നുള്ളിൽ തരൂ ഇവിടെ ഇരുന്ന മാങ്ങാപ്പലൂടാണ് ഈ നിൽക്കണ. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. നോക്കടാ, നീ പറഞ്ഞ പോലത്തെ പിരികം, നീ പറഞ്ഞ പോലത്തെ കണ്ണ്, ബാക്കിയെല്ലാം ഞങ്ങൾ അടച്ചിരിക്കാം. കൺഫീൽ ഉണ്ടോ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നേ? കറക്റ്റ്, എല്ലാം ഉണ്ട്. ഞാനേ നമ്മള് രണ്ടുപേരും കൂടെ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നാ, ഇത് വേണ്ട ഇവിടെ എന്തോ എന്തോ അല്ല വേണ്ട സ്കിറ്റ് വേണമെങ്കിൽ കളിപ്പിച്ചോ, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല. സാരമായിട്ടാ, നിങ്ങൾക്ക് വേണ്ട, ഇറ്റ്സ് ഓക്കെ അല്ലേ? അത് ചുമ്മാ പറഞ്ഞാണ്. അല്ലല്ല ചേച്ചിക്ക് ചേച്ചി എന്തെങ്കിലും തിരിച്ച് വേറെ എന്തെങ്കിലും തീരുമാനം എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ പറഞ്ഞത് ഇതാണെന്ന് അപ്പൊ അറിഞ്ഞില്ല. കണ്ടോ, ക്ഷമ ചോദിച്ച ഒരാൾ നിൽക്കുന്ന തല കുനിഞ്ഞു നിലപാടില്ലായ്മ. പിന്നെ കേരളത്തിൽ നിലപാടുള്ള ആൾക്കാരുടെ ബഹളമുള്ളല്ലോ, പിന്നെ ഞങ്ങൾക്കല്ലേ ഇപ്പൊ പ്രശ്നമുള്ളൂ. ഇത് മാത്രമല്ല, സത്യത്തിൽ അഖിലെന്ന് പേരുള്ള ഒരുപാട് പേർക്ക് നിലപാടില്ല. അർജുൻ മനസ്സ് പൊട്ടി നിൽക്കുകയാണ്. അതെ, വേണമെങ്കിൽ പൊട്ടി കരഞ്ഞോ. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. വീട്ടിൽ ഭാര്യ എന്നോട് ക്ഷമിക്കണം, ഇതിനെ കെട്ടാൻ പോകുന്നല്ലേ. കുട്ടി കൊള്ളാം, കുട്ടി സുന്ദരിയാണ്, പക്ഷേ ഐ ആം കമ്മിറ്റഡ്. ഒരു വിഷമില്ല, കേരളം രക്ഷപ്പെട്ടത് ഇയാളുടെ കല്യാണത്തിന്. 450 പെൺകുട്ടികളാണ് അന്ന് രക്ഷപ്പെട്ടത്. കേരളം കാത്തിരുന്ന കല്യാണമായിരുന്നു. അത് മാത്രമല്ല ചേച്ചി, ഇവൻ കമ്മിറ്റഡ് ആണെന്ന് ഇവനെതിരെ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ശല്യക്കാരൻ. പോരാത്തതിന് കണ്ണൂർ വിങ്ങിലെ ചേട്ടൻ എന്താ വന്നിരിക്കുന്നു ഇവന്റെ. കൊള്ളാം, നല്ല പരിപാടി, നല്ല പരിപാടി. അപ്പൊ എങ്ങനെയാ കാര്യം? ചേച്ചി, ഇത് നമുക്ക് ആഘോഷിക്കണം. ഇവർക്ക് പണി കൊടുത്തത് എന്തായാലും കിട്ടില്ലായിരുന്നു. നമ്മുടെ ഈ കൊച്ചുങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു ഡാൻസ് ഒക്കെ. താങ്ക് യു ഗേൾസ്, താങ്ക് യു സോ മച്ച്. ഇത്ര കാണിച്ചപ്പോ ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ. ഓക്കെ, അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇത് ആർക്കും ഞാൻ കൊടുക്കാൻ പോകില്ല. ഒരു നിലപാട് വേണം. ലൈഫിലെ ഒരു ചാൻസേ കിട്ടാറുള്ളൂ, ഒരു ചാൻസ്. ആ ചാൻസ് നിങ്ങൾ എടുത്തില്ല. അത് നമ്മൾ എടുത്താല് ഇങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. നമുക്ക് മാത്രമേ ഉള്ളൂ, ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാണ്, അറിയാലോ, സ്വാഭാവികം. കാരണം ഇവര് ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്തു, അല്ല ഇവര് ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്ത് ആ പെൺകുട്ടീനെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ക്ലേ കൊണ്ട് ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ ഇവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ രണ്ട് നല്ല പെൺകുട്ടികളെ കൊടുത്തപ്പോ ഇവർക്കോട്ട് വേണ്ട. അല്ല, അപ്പൊ പിന്നെ കാര്യമില്ലല്ലോ, ചാൻസ് മിസ് ചെയ്തില്ലേ. പിന്നെ നമ്മൾ ഭയങ്കര സ്ട്രെസ് ആയി പോയി. ഈ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ, പിന്നെ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ഒക്കെ എങ്ങനെ ചെയ്യും? ഇങ്ങനത്തെ സ്ട്രെസ് ഉണ്ടായപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ചു. നമ്മൾ കുറെ ചർച്ചയെല്ലാം നടന്നപ്പോ ഇവരുടെ മുഖങ്ങളാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് കിട്ടിയ ചാൻസ് നിങ്ങൾ മിസ് ചെയ്തു. പക്ഷെ ആദ്യമായിട്ട് എൻ്റെ 4 പെൺകുട്ടികൾ സോ ബ്യൂട്ടിഫുള്ളി അവർ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിൽ ഇറങ്ങിയിട്ട് നിങ്ങളുടെ ആ സ്വപ്നസുന്ദരി ഉണ്ടാക്കാൻ ഇത്ര കഷ്ടപ്പെട്ടു. വിതുമ്പി അഗ്നിപർവ്വതം ഉണ്ടാക്കി വെച്ചു. അങ്ങനെ ചേച്ചി കണ്ടു ചേച്ചി, അഹങ്കാരം എല്ലാം നഷ്ടപ്പെട്ടിട്ടോ. ഒരു ചെളി രൂപത്തെ ബോഡി ഷെയിം ചെയ്യുന്നോടാ. അപ്പൊ 4 പെൺകുട്ടികൾക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർ എല്ലാരും ഒന്ന് കൈയടിക്കൂ. താങ്ക് യു. അപ്പോ നമുക്ക് മെയിൻ ആൻഡ് ബ്രൈറ്റ് കൊടുക്കണ്ടേ? അതെ ചേച്ചി. എന്റെ ഈ 2 കുട്ടികള്, എന്റെ ചക്രമുത്തുകള്, ഇവരെ മനസ്സിന്റെ എല്ലാം ആ ഒരു സ്വപ്നസുന്ദരി എത്രയും പെട്ടെന്ന് എന്റെ അഖിലിന് കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ഗോസ് ടു അഖിൽ. അതെന്തോന്ന് മറ്റേ കൊട്ടു മൊത്തം ചണ്ടയ്ക്കും തട്ടുമാരാക്കും. ഓക്കെ, പിന്നെ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് എന്റെ അർജുൻ കുട്ടനെ. പല്ലേക്ക് ഇതൊക്കെ തരും, പക്ഷെ കൂടുതൽ വെളുപ്പിച്ചിട്ട് പെമ്പിള്ളാരെ നോക്കി ചിരിക്കാനല്ല. ചേച്ചി, ഇതിനു വേണ്ടി ഞങ്ങൾക്ക് തിരിച്ചൊരു കാര്യം പറയാനുണ്ട്.
ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ആ. ഈ 4 പേർക്കും വേണ്ടി ഞങ്ങൾ 2 ആണുങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുന്നതായിരിക്കും. എന്നിട്ട് അവരെയും ഇഷ്ടപ്പെട്ടതൊന്ന് ചോദിക്കണം. ഓൾറെഡി അപ്പൊ ഇതുപോലെ വരുവാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഞാൻ ഓക്കെ ആണ് അതില്. ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് എന്റെ റോഹിത് അല്ലാണ്ട് വേറെ ഒരു ആളെയും എന്റെ മനസ്സിൽ കേറ്റാൻ പറ്റത്തില്ല. ഓക്കെ വില്ലി വൈ ദ ബ്രൈറ്റ്. ചേച്ചി വാ ചേച്ചി. Okay. നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് ഇറങ്ങാം ചേച്ചി. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുറ്റി ചുറ്റി പല ചുരി ധൃതതും തനതാളത്തിൽ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുറ്റി ചുറ്റി പല ചുരി മണിയടിച്ച് നമ്മൾ ആദ്യമായിട്ട് ഈ വേദിയിൽ മണിയടിച്ച് നമ്മൾ സമ്മാനം നൽകുകയാണ്. എടാ നമുക്ക് ചേച്ചിയുടെ പേര് പറ്റി CM മണിക്കുട്ടി എന്നിട്ടല്ല, നല്ല പേര്. അടിപൊളി. കോമഡി മാസ്റ്റേഴ്സിൽ മണിക്കുട്ടി. അയ്യോ, അങ്ങനെ പറയരുത്. എന്റെ മണിക്കുട്ടി ഇവിടെ വന്ന് നിങ്ങൾ എല്ലാരും ദൃഷ്ടി മാറ്റി, പിന്നെ നമ്മുടെ പ്രേക്ഷകരുടെ ഒന്ന് ദൃഷ്ടി മാറ്റി. താങ്ക് യു. നമ്മുടെ കൂടെ ഇത്ര ദിവസം വരെ നമ്മളെ സ്നേഹിച്ച് നമ്മുടെ കൂടെ നിൽക്കണേ. താങ്ക് യു. ഇനി നമ്മളുടെ അവർക്കും കൂടെ ഒന്ന് ദൃഷ്ടി മാറ്റുന്ന രീതി നമ്മുടെ കണ്ണൂരിൽ നിന്നും വന്ന സ്ക്വാഡ് ഓഫ് യോഗ, നിങ്ങളുടെയും ദൃഷ്ടിയൊക്കെ മാറട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് ചേച്ചി നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് പോവാം. മണിക്കുട്ടി അതാ അവാർഡ് നൽകാൻ പോവുകയാണ്. ബ്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ കുട്ടി അഖിൽ. നിനക്ക് കിട്ടും. ക്യൂട്ടി എപ്പോഴും കുട്ടിയിലുള്ളതാണല്ലോ. അതെ, നിങ്ങളുടെ ഈ ചെളി പുരണ്ട കരങ്ങൾ കഴുകി വൃത്തിയാക്കണം. അതിനാണ് അത് തന്നിരിക്കുന്നത്. ഇനി ചെളിവരുടെ നിന്റെ കയ്യിലല്ലേ, നീ കഴുകൊണ്ടുപോയി. ആ ചളികൾ കഴിഞ്ഞെങ്കിൽ അടുത്ത അവാർഡ് ഞാൻ നൽകുന്നതായിരിക്കും. പ്രിയ സുഹൃത്തുക്കളെ, അടുത്തതായിട്ട് വില്ലി വൈറ്റ് ദ ബ്രൈഡ് ഗോസ് ടു നമ്മുടെ സ്വന്തം അർജുൻ കുട്ടി. അങ്ങനെ ഇന്നത്തെ മെയിനും ഇന്നത്തെ ബ്രൈറ്റും നമ്മുടെ തന്നെ താരങ്ങളായിരിക്കുകയാണ്. സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് താങ്ക് യു സോ മച്ച്. ഞാൻ എപ്പോഴും അതിന്റെ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാറുണ്ട്, ഇത്തവണ ഞാൻ പറയുന്നില്ല, അത് അർജുൻ പറയും. അത് എന്റെ കയ്യിലാണല്ലോ. അതെ, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. യെസ്, ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ, ഗുഡ് നൈറ്റ്.